നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും. മണ്ഡലത്തിലെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇരു മുന്നണികളും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണമൊക്കെയാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും നമുക്കറിയാൻ സാധിച്ച വിവരം. ആ ഒരു മത്സരാർത്ഥി കൂടി വരുന്നതോടെ അവിടെ നിലമ്പൂരിൽ മത്സരരംഗം സജീവമാകും എന്ന് തന്നെ പറയണം. കാരണം ഇതുവരെ ഇരു മുന്നണികളും പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വോട്ടർമാരിലേക്ക് ഇറങ്ങിയുള്ള തരത്തിലുള്ള പ്രചരണം വരെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം UDF കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ LDF കൺവെൻഷൻ ഉണ്ട് നിലമ്പൂരിൽ. അതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് LDF ഈ ഒരു മത്സരത്തെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ അത്രത്തോളം പ്രാധാന്യമുള്ള രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് തന്നെ ഈ ഒരു നീക്കങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരമെന്ന് പറയുന്നത്. നേരത്തെ BJP ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് കളമൊഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BDJSനാണ് ആ ഒരു നറുക്ക് വീണത്, അല്ലെങ്കിൽ ആ സീറ്റ് ലഭിച്ചത് എന്ന് തന്നെ പറയണം. അപ്പോൾ BDJSനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വലിയ താല്പര്യമില്ലായ്മയൊക്കെ നേതാക്കളടക്കം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അണികളുടെ ആവേശം കണ്ടതിന് ശേഷമാകണം BDJS ഇവിടെ ഒരു മത്സരാർത്ഥിയെ നിർത്താം, എന്തായാലും ഇവിടെ മത്സരിക്കണം എന്നുള്ള തരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങിയത് എന്നും കൂടി വ്യക്തമാകുന്നു. ഇതോടൊപ്പം തന്നെ സൂചിപ്പിച്ചു പോകേണ്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം BDJSന് ഈ ഒരു നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് അത്രത്തോളം വോട്ട് ഉയർത്താൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പഴയ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ, അല്ലെങ്കിൽ 2016 അവസാനം BDJS നിലമ്പൂരിൽ നിന്നത്. അന്ന് നിലമ്പൂരിലെ ഗിരീഷ് മേക്കാട് 12,000-ലധികം വോട്ടെല്ലാം പിടിച്ചതാണ്. അതിനു മുൻപോ അതിന് ശേഷമോ BJPക്ക് അത്തരത്തിൽ അല്ലെങ്കിൽ 12,000 വരെ വോട്ട് ഉയർത്താൻ സാധിച്ചില്ല എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ BDJSന്റെ BDJSന് വോട്ട് ഉയർത്താനുള്ള സാധ്യത അങ്ങനെ തള്ളിക്കളയാനാകില്ല. അപ്പോൾ അത്രത്തോളം വോട്ട് ഉയർത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള തരത്തിലേക്കൊക്കെ അണികളുടെ ആവേശത്തിൽ അവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. പ്രാദേശിക നേതാക്കളെ തന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3 പ്രാദേശിക നേതാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. അത് അവരുടെ പേരുകളൊന്നും നമുക്കിനിയും വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് BDJSന്റെ സംസ്ഥാന കൗൺസിൽ യോഗമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അടക്കം നിലമ്പൂരിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. മറ്റ് സംസ്ഥാന പ്രസിഡന്റുമാരും BDJSന്റെ മറ്റ് സംസ്ഥാന പ്രസിഡന്റുമാരുമൊക്കെ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കും. 10:30-യോടെയാണ് BDJSന്റെ സംസ്ഥാന കൗൺസിൽ യോഗം എന്ന് പറയുന്നത്. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തോട് തീരുമാനിച്ച ശേഷമായിരിക്കും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഇന്നത്തോടുകൂടി തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. കാരണം 3-ാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവർ മത്സരിക്കുമോ എന്നതാണ്. ഇന്നലെ പറഞ്ഞിരുന്നു ആദ്യം മത്സരിക്കില്ല, പിന്നെ ഒരു മലക്കം മറിച്ചിലുണ്ടായി, മത്സരിക്കാൻ ആലോചനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ PV അൻവർ സൂചിപ്പിച്ചത്. അടുത്ത നിമിഷം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് പോലും അനുമാനിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ പണമില്ല, ഇത് തൻ്റെ പ്രഖ്യാപിത നയമാണ്, താൻ ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് വൈകിട്ടത്തേക്ക് മാറുമ്പോൾ ആ സ്ഥിതി മാറുന്ന സാഹചര്യമൊക്കെ കണ്ടു. കാരണം ഒരുപാട് പേർ തന്നോട് മത്സരിക്കണം, അതിനായി 500-ഉം 1000-ഉം ഒക്കെ തരുന്നു, താൻ പണമില്ലാത്തത് കൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ പ്രവർത്തകരടക്കം അൻവർക്ക നിങ്ങൾ മത്സരിക്കൂ എന്നുള്ള തരത്തിൽ പറയുന്നൊരു സാഹചര്യത്തിൽ താനൊന്ന് ആലോചിക്കട്ടെ എന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കൂടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചില അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നും അനുനയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അൻവർ കഴിഞ്ഞ ദിവസം രാവിലത്തെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞിരുന്നു താൻ ഇനി മത്സരിക്കുന്നില്ല, ഒരു UDF നേതാക്കളും തന്നെ സമീപിക്കേണ്ട എന്നുള്ള തരത്തിൽ. എന്നാൽ അതിനുശേഷവും ചില UDF നേതാക്കളൊക്കെ സമീപിച്ചതായാണ് വിവരം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനുനയ നീക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ, അനുനയ ശ്രമമാണ് എന്നുള്ളതിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ അനുനയ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മറവിൽ ആ ഒരു അനുനയ ശ്രമങ്ങൾ
തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ച് UDF ഇനിയും അവരുടെ നിലപാട് മയപ്പെടുത്തിയിട്ടില്ല. PV അൻവറും തൻ്റെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല. താൻ മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ്. പിന്നീട് ആ ഒരു നിലപാട് മാറ്റുന്ന സാഹചര്യം കൂടി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ PV അൻവർ എന്തായിരിക്കും, PV അൻവറിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, PV അൻവറിന്റെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കുമോ അല്ലെങ്കിൽ PV അൻവർ തന്നെ ആയിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും വോട്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു വിയോജിപ്പ് ചിലപ്പോൾ പ്രകടമാകാൻ സാധ്യതയുണ്ട്. കാരണം PV അൻവർ രാജിവെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നിലമ്പൂർ കടന്നത്. എന്നിട്ടും അതിനുശേഷവും വീണ്ടും PV അൻവർ എന്തിന് മത്സരിക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായേക്കാം. എന്തായാലും അതിനെ സംബന്ധിച്ചൊക്കെ PV അൻവർ തന്നെയാണ് നേരിടേണ്ടത്. PV അൻവർ തന്നെയാണ് തീരുമാനവും എടുക്കേണ്ടത്. PV അൻവർ മത്സരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ PV അൻവറിന്റെ മത്സര സാധ്യതയെക്കുറിച്ച് പറയാൻ സാധിക്കൂ. എന്തായാലും ഇന്നിപ്പോൾ LDF-ന്റെ കൺവെൻഷനാണ് നിലമ്പൂരിൽ. ഒപ്പം തന്നെ UDF അവിടെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രി അടക്കം എത്തുന്നത്, നിരവധി നേതാക്കളും അവിടെയുണ്ട്. M സുരാജിനൊക്കെ വലിയ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDF-ഉം കൃത്യമായ പ്രചരണങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ളൊരു ഖ്യാതിയടക്കം ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ജനസമ്മതനാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് കിടപിടിക്കുന്ന തരത്തിലൊരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും BDJS-ഉം നിർത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 3 പ്രാദേശിക നേതാക്കളുടെ പേരുകൾ അവരുടെ പരിഗണനാ പട്ടികയിലുണ്ട്. ഇതിൽ ഏത് നേതാവായിരിക്കും മത്സരിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത്. മാത്രമല്ല കഴിഞ്ഞ 2016-ൽ BDJS-ന് വേണ്ടി മത്സരിച്ച ഗിരീഷ് മേക്കാട്ടിന്റെ പേരും തള്ളിക്കളയാനാവില്ല. അയാളും പ്രാദേശിക നേതാക്കളിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സാധ്യതകളും കൂടിയുണ്ട്. BDJS-നെ സംബന്ധിച്ച് NDAയെ സംബന്ധിച്ച് BDJS-ന്റെ സംസ്ഥാന കൗൺസിൽ യോഗം രാവിലെ 10:30 തുഷാർ വെള്ളാപ്പള്ളി അടക്കം ആ ഒരു യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ശേഷം കേന്ദ്ര നേതൃത്വത്തോട് ആലോചിച്ച ശേഷമായിരിക്കും ഇന്നത്തോടുകൂടി തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനാവുക. ഒപ്പം തന്നെ PV അൻവറിനെ സംബന്ധിച്ചും PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. ആതിര. ശരി, കാളിദാസൻ. പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും. മണ്ഡലത്തിലെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇരു മുന്നണികളും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും.